സത്യം പറഞ്ഞാൽ ദേഷ്യവും സങ്കടവും എല്ലാം കൂടെ ചേർന്നൊരു വികാരമാണ്. നേരത്തെ നിങ്ങൾ ക്യാപ്ഷനിൽ വായിച്ചതുപോലെ ഉസ്താദ് നിന്ന് പാത്തിയാൽ കുട്ടികൾ നടന്നു പാത്തും എന്നാണ്. അത് മലബാർ സ്ലാങ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ കാട്ടിൽ ഉസ്താദ് നിന്ന് മൂത്രമൊഴിച്ചാൽ കുട്ടികൾ നടന്ന് മൂത്രമൊഴിക്കുന്നതാണ്. ശരി തന്നെയാണ്. കാരണം ഉമ്മത്തിന് മാതൃക കാണിക്കേണ്ട പണ്ഡിതന്മാർ മാതൃകയാകാതെ തോന്നിവാസം കാണിച്ചാൽ നമുക്കെങ്ങനെയാണ് സഹോദരങ്ങളെ ഉമ്മത്തിനോട് ദീൻ പറഞ്ഞു കൊടുക്കാൻ പറ്റുക? നിങ്ങൾ നോക്കിയേ, കല്യാണത്തിൻ്റെ പേരിൽ മൗലിയാരും കെട്ടിയോളിൽ നിന്നിങ്ങനെ കറങ്ങാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, വേറെയും കുറേ വീഡിയോസ് ഉണ്ട് തങ്ങന്മാരടക്കംന്നേ. നിങ്ങൾക്ക് സംഗതി മനസ്സിലാകുന്നുണ്ട്, ഇതിൻ്റെ ഗൗരവത്രയെന്ന് മനസ്സിലാകുന്നുണ്ടോ? നമ്മളിപ്പോൾ ജുമാ പ്രസംഗങ്ങളിലും അതുപോലെ നിക്കാഹുമായി ബന്ധപ്പെട്ട സദസ്സുകളിലുമൊക്കെ ഇതിനെക്കുറിച്ച് ഉത്ബോധനം നടത്താറുണ്ട്. മക്കളെ, കല്യാണം എന്ന് പറഞ്ഞാൽ പടച്ചോനുള്ള ആരാധനയാണ്. നിക്കാഹ് ബിൻ സുന്നത്തി, നിക്കാഹിൻ്റെ ചര്യയിൽപ്പെട്ടതാണെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ ഹദീസൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് നമ്മൾ പറയും, മക്കളെ ഈ നിക്കാഹിൽ ഹറാമൊന്നും കടന്നു വരല്ലേ, ഹറാമ് കടന്നു വരുന്നതിനെ സൂക്ഷിക്കണേ. പടച്ചോൻ്റെ മാലാഖമാർ നമ്മളെ ശപിക്കുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. കാരണം മുത്തുനബിയുടെ സുന്നത്താണിത്. ഈ സുന്നത്തിനെ നമ്മൾ കളിയാക്കുന്നവരായാൽ, ഇവിടെ മോശമായ രീതിയിൽ കാട്ടിക്കൂട്ടലുകൾ കൊണ്ട് തോന്നിവാസങ്ങൾ കൊണ്ട് നിങ്ങൾ നിറക്കുകയാണെങ്കിൽ അത് അള്ളാഹുവിൻ്റെ മാലാഖമാരുടെ ശാപത്തിന് കാരണമാവുമെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഈ കുട്ടികളിൽ നമ്മളോട് ചോദിക്കൂലേ, ഉസ്താദന്മാർ ആദ്യം നന്നായിട്ട് ഞങ്ങൾ നന്നാക്കിയാൽ പോരെയെന്ന്? ഇല്ലേ, നമ്മൾ ആദ്യം നന്നാവണ്ടേ? നമ്മൾ നേർവഴി കാണിച്ചു കൊടുക്കണ്ടേ? എത്രയോ ആലിമീങ്ങളുടെ കല്യാണം ഇവിടെ നടക്കുന്നുണ്ട് മക്കളെ, ഇല്ലേ? എത്ര മാന്യമായി, നല്ല മനോഹരമായ മദ്ഹിൻ്റെ അകമ്പടിയോടുകൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകളുടെ സാക്ഷ്യങ്ങൾ വളരെ മനോഹരമായി കാണാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെയൊക്കെ നടക്കുന്ന കല്യാണത്തിൽ ഇങ്ങനെ ചീത്തപ്പേരുണ്ടാക്കുന്നത് എന്തിനാ? നിങ്ങൾക്ക് ഈ തലക്കെട്ട് കെട്ടിയതിൻ്റെ ഒരു ബോധം വേണ്ടേ? 10 കൊല്ലം കിതാബ് ഓതി പഠിച്ചില്ലേ? നമുക്ക് ഭക്ഷണം തന്ന ഈ ജനങ്ങളോട് അല്പമെങ്കിലും കൂറ് നമ്മൾ കാണിക്കണ്ടേ? ഇതൊക്കെ ജനങ്ങൾ കാണും, ഉമ്മത്തിത് കാണും. നിങ്ങൾ ഈ ചെയ്യുന്ന തോന്നിവാസം കൊണ്ട് ഈ തലപ്പാവ് ധരിച്ച ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യന്മാരെ മൊത്തം പരിഹസിക്കാൻ ഇവിടെ ആളുകളുണ്ട് എന്നുള്ളൊരു ബോധം നമുക്ക് വേണ്ടേ സമൂഹമേ? മുസ്ലിയാരായതുകൊണ്ട് എന്ത് തോന്നിവാസവും എനിക്ക് ഹലാലായി എന്ന് പറയാൻ പറ്റുമോ? തെറ്റാണ് കേട്ടോ, വളരെ മോശമായിപ്പോയി. ഇങ്ങനെ ഒരുപാട്, ഞാനിപ്പോൾ ഒന്നേ കാണിക്കുന്നുള്ളൂ, ഇത് ഒരുപാട് എത്രമേൽ മോശമാണിത്. പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ട് എന്തിനാണ് ഈ നിക്കാഹ് എന്ന് പറഞ്ഞാൽ, എന്തിനാണ് വിവാഹം? എന്തിനാ? പടച്ചറബ് സൂറത്തുർ റൂമിലൂടെ പറഞ്ഞു തരുന്നുണ്ട്, വമിൻ ആയാത്തിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനു ഇലൈഹ എന്നാണ്. സക്കീനത്ത് ഉണ്ടാവാനാ കല്യാണം, സമാധാനം കിട്ടാനാ കല്യാണം. സമാധാനം കിട്ടുന്നതിന് ഒരുപാട് കാരണങ്ങൾ പടച്ചോൻ പറയുന്നുണ്ട്. അതിലേറ്റവും മർമ്മപ്രധാനമാണ് വമിൻ ആയാത്തിഹി, പടച്ചോൻ്റെ ദൃഷ്ടാന്താണ് കല്യാണം എന്നാ. കല്യാണം പടച്ചോൻ്റെ ദൃഷ്ടാന്തമായെങ്കിലേ നിങ്ങൾക്ക് സമാധാനം കിട്ടുള്ളൂ. ഈ വിരലിൽ കിടന്ന് കറങ്ങുന്ന ആണിൻ്റെയും പെണ്ണിൻ്റെയും മുമ്പിൽ വെച്ച് വിരലിൽ കിടന്ന് കറങ്ങുന്ന, ഇനി വേറെ ആണും പെണ്ണൊന്നും വേണ്ട, ക്യാമറാമാൻ എന്ന് പറയുന്ന ഒരു അന്യാണുണ്ടല്ലോ, ഇതൊക്കെ കൊണ്ടുവന്ന് ജനങ്ങളുടെ മുമ്പിലേക്ക് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ പ്രദർശിപ്പിക്കുമ്പോൾ എത്രയോ ആളുകൾ ഈ കറക്കങ്ങളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. എത്രമേൽ മോശമാണത്. നിക്കാബ് ധരിച്ചാൽ, ഹിജാബ് ധരിച്ചാൽ, തലയെ കെട്ടിയാൽ എല്ലാ തോന്നിയാസവും നിങ്ങൾക്ക് അല്ലാഹ് ഹലാലാക്കി തരൂ. ഇതൊക്കെ ആരെങ്കിലും പഠിപ്പിച്ചത്? എത്രയോ മനുഷ്യന്മാരിത് കാണുന്നുണ്ട് മക്കളെ. അള്ളാഹിൻ്റെ ദൃഷ്ടാന്തമാകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ സക്കീനത്ത് കിട്ടൂല, സമാധാനം കിട്ടൂല. മനസ്സിലാവുന്നുണ്ടോ ഈ പറയുന്നത്? ഇപ്പോൾ സൈക്കോളജിസ്റ്റുകൾ പറയുന്ന ലൈഫിൻ്റെ 3 ഘട്ടങ്ങളില്ലേ? ഹണിമൂൺ പീരീഡ് ഉണ്ട്, സ്ട്രഗ്ലിംഗ് പീരീഡ് ഉണ്ട്, ഒരു ഫ്ലോ ആയിട്ടങ്ങ് പോകേണ്ട പീരീഡ് ഉണ്ട്. ഹണിമൂൺ പീരീഡൊക്കെ അടിപൊളിയായിട്ടങ്ങ് പോവും. പക്ഷേ സ്ട്രഗ്ലിംഗ് പീരീഡ് വരുമ്പോൾ നിങ്ങൾക്ക് സമാധാനം കിട്ടണം. എവിടെ നിന്ന് കിട്ടും? ആര് തരും സമാധാനം? പൈസ ഉണ്ടായ സമാധാനം കിട്ടുമോ? ഇല്ലല്ലോ. ഹാപ്പിനെസ് ഈസ് നോട്ട് പ്ലഷർ, ഹാപ്പിനെസ് ഈസ് പീസ്. സമാധാനം എന്ന് പറഞ്ഞാൽ, സന്തോഷം എന്ന് പറഞ്ഞാൽ സമാധാനമാണ്. സമാധാനം കിട്ടലാണ് ബറക്കത്ത് എന്ന് പറഞ്ഞാൽ അതാണ്. അല്ലാണ്ട് ബറക്കല്ലാഹു ലക്കുമാ, ബറക്കലൈക്കുമാ, ജമല്ലാഹു ബൈനക്കുമാ എന്ന് വെറുതെ അങ്ങനെ ഒരു ദ്വാരം കൊണ്ട് മാത്രം കാര്യമില്ല. അതിനുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. മാന്യമായി ഹലാലായ രീതിയിൽ, ഒരു ഹറാമും കലരാത്ത രീതിയിൽ ഭംഗിയായി നിക്കാഹ് നടത്തുമ്പോൾ, എന്നിട്ട് ദ്വാരക്കുമ്പോൾ പടച്ചോൻ അവൻ്റെ ഔദാര്യമായിട്ട് തരണ സംഗതിയാണ് ഈ ബറക്കത്ത് എന്ന് പറയുന്നത്. അല്ലാതെ പൈസ ഉണ്ടായതുകൊണ്ടൊന്നും ബറക്കത്ത് കിട്ടൂല, സമാധാനം കിട്ടൂല. അത് പടച്ചോൻ തന്നെ ഇറക്കി തരണം, പടച്ചോൻ തന്നെ തരണം. നിങ്ങൾക്കതെന്തേ മനസ്സിലാകാതെ പോയി? ഇനി നിങ്ങൾ ഒരു മഹലിൻ്റെ ഖത്തീബായി ചാർജ് എടുത്തിട്ട് ജനങ്ങളോട് പറയണം, മക്കളെ നിങ്ങൾ നിക്കാഹിൻ്റെ ദിവസം ആണും പെണ്ണും ഒരുമിച്ച് ചേർന്ന് നിന്ന് ജനങ്ങളുടെ മുമ്പിൽ വെച്ച് ഈ ജാതി തോന്നിവാസം കാണിക്കരുത് കേട്ടോ എന്ന് പറയുമ്പോൾ പിള്ളേർ ചോദിക്കൂലേ, അല്ല ഉസ്താദെ, ഉസ്താദിൻ്റെ റീൽ ഇപ്പോഴും വൈറലാണല്ലോ എന്ന് എന്ത് മറുപടി പറയാണ്ട് നിങ്ങൾക്ക്? നിങ്ങളോട് ഭാര്യ ഭർത്താവിൻ്റെ വിരലിൽ കിടന്ന് കറങ്ങണ്ടെന്നൊന്നും അല്ലേ ഈ പറയണത്. നിങ്ങൾ ബെഡ്റൂമിൽ അല്ലെങ്കിൽ നിങ്ങൾ തനിച്ചുള്ള റിസോർട്ടിൽ, നിങ്ങൾ എവിടെ വേണമെങ്കിലും
നിങ്ങൾ തനിച്ചുള്ളിടത്ത് നിങ്ങൾക്ക് ആസ്വദിക്കാനുള്ളതാണ് മക്കളെ നിങ്ങളുടെ ലൈഫ്. നിങ്ങൾ വിരലിൽ പിടിച്ച് കറങ്ങുകയോ താടി പിടിച്ച് കറങ്ങുകയോ എവിടെ വേണമെങ്കിലും പിടിച്ച് കറങ്ങിക്കോ. ആർക്കാണ് ഇപ്പം അതിന് പ്രശ്നം? ആർക്കാണ് പ്രശ്നം? പടച്ചോനോർത്ത് ഈ ഡ്രസ്സ് ഇട്ടിട്ട് ഈ തോന്നിയാസം കാണിക്കരുത്. ഇനി നിങ്ങൾക്ക് ഹിജാബ് ഇട്ട് തന്നെ നിക്കാബ് ഇട്ട് തന്നെ നിങ്ങൾക്ക് കറങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് എവിടെ വേണമെങ്കിലും പോയി കറങ്ങാലോ. ആരാണ് ഇപ്പോൾ അതിനൊരു റെസ്ട്രിക്ഷൻ വെച്ചിട്ടുള്ളത്? ഈ പ്രണയവും അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ നിക്കാഹ് കഴിഞ്ഞ മനോഹരമായി ഹലാലാക്കി തന്ന മതമല്ലേ ഇസ്ലാം. എത്ര മനോഹരമായി പ്രേമിക്കാം, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പിടിച്ച് കറങ്ങാം, എങ്ങനെയൊക്കെ റൊമാൻസ് ആസ്വദിക്കാം, എങ്ങനെ വേണമെങ്കിലും റൊമാൻസ് ആസ്വദിക്കാം. പക്ഷേ ഇസ്ലാം അതിനൊക്കെ ഒരു ഔറത്ത് വെക്കുന്നില്ലേ? മനോഹരമായ രീതിയിൽ അത് ഫോളോ ചെയ്യേണ്ട ആളുകളല്ലേ നമ്മൾ. പ്രേമിക്കണം. ഭാര്യയും ഭർത്താവും സ്നേഹത്തോടെ കൈകോർത്തിരുന്നാൽ ആ വിരലുകൾക്കിടയിലൂടെ പാപങ്ങൾ കൊഴിഞ്ഞു പോകുമെന്ന് പഠിപ്പിച്ച മതമാണ് അള്ളാൻ്റെ മതം. ഭാര്യയും ഭർത്താവും റൊമാൻറ്റിക് സെൻസോടെ ഇങ്ങനെ നോക്കി നിന്നാൽ കരുണക്കടലായ തമ്പുരാൻ്റെ കാരുണ്യത്തോടെയുള്ള നോട്ടം നമ്മിലേക്ക് ഉണ്ടാവുമെന്ന് പഠിപ്പിച്ച മതമാണ് അള്ളാൻ്റെ മതം. നാട്ടുകാരുടെ മുമ്പിൽ പോയി നിന്നിട്ട് കെട്ടിയോൾ ഇങ്ങനെ നോക്കിക്കണ വീഡിയോ എടുത്തിട്ടാൽ പടച്ചവൻ്റെ കാരുണ്യം ഉണ്ടാവുമെന്നല്ല അത്. നിങ്ങൾ തനിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്പേസ് വേണം. അല്ലാതെ നിങ്ങൾ ഉറപ്പിച്ചൊതിഞ്ഞ് മൊയ്യാരാണെങ്കിലും ആരാണെങ്കിലും ജനങ്ങൾ കാണാൻ വേണ്ടി ഈ ജാതി തോന്നിവാസം കാണിക്കുന്ന കല്യാണമാണോ, ആ കല്യാണത്തിൽ ബറക്കത്തുണ്ടാവൂല. തൗബ ചെയ്താൽ ഒഴികെ. തൗബ ചെയ്യണം അള്ളാഹുവോട് മനസ്സറിഞ്ഞ്. തൗബ എന്ന് പറഞ്ഞാൽ ഇപ്പം ചില ആൾക്കാരുണ്ട് ഈ പ്രേമിച്ചെടുക്കുന്ന സമയത്ത് ഞാനൊരു കൊച്ചിനെ ഉപദേശിച്ചു, മോളെ തെറ്റാണ് കേട്ടോ, അത് നമുക്ക് തൗബ ചെയ്തോളൂ ഉസ്താദ് എന്നാണ്. ഇതാണ് തൗബ? നിനക്ക് തൗബ ചെയ്യാൻ അള്ളാഹു അവസരം തരുമെന്ന് എന്താ ഉറപ്പുള്ളത്? തൗബ എന്ന് പറഞ്ഞാൽ ഇത് തെറ്റാണെന്നുള്ള ഉറച്ച ബോധ്യത്തിൽ സങ്കടത്തോടെ ഖേദത്തോടെ അള്ളാഹുവിലേക്ക് തിരിഞ്ഞ് നടക്കണേനാ തൗബ എന്ന് പറയാം. എല്ലാ തോന്നിവാസം ചെയ്യണതിൻ്റെ ഇടയിൽ തൗബ ചെയ്യുക. ആ തൗബക്ക് മുമ്പ് നീ മരിച്ചു പോയാലോ? നിൻ്റെ തൗബ അള്ളാഹ് സ്വീകരിച്ചില്ലെങ്കിലോ? പടച്ചോനത് വലിച്ചെറിഞ്ഞാലോ? നിനക്ക് ആത്മാർത്ഥതയില്ല എന്ന് നിന്നെക്കാൾ അറിയുന്ന റബ്ബ്, അലാ യഅലമു മൻ ഖലഖ്, എല്ലാ രഹസ്യങ്ങളെയും പടച്ച റബ്ബിനെയാണോ നീ പറ്റിക്കാൻ നോക്കണത്? തൗബ ചെയ്തോളാന്നും പറഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്തു പോയതിൽ അതിയായ ഖേദമുണ്ടായിരിക്കെ റബ്ബിലേക്ക് തിരിച്ചു നടക്കണേനാണ് തൗബ എന്ന് പറയുന്നത്. മനസ്സറിഞ്ഞ് തൗബ ചെയ്താലല്ലാതെ അത് ഉസ്താദാണെങ്കിലും ആരാണെങ്കിലും കല്യാണ ജീവിതത്തിൽ ബർക്കത്തുണ്ടാവില്ല. ഈ ജാതി തോന്നിയാസം കാണിക്കരുത്. അതുപോലെ വേറെ ചില മൂല്യക്കന്മാരുണ്ട്, അവർ സിനിമാ പാട്ടിൻ്റെ ട്യൂണിൽ ബർത്ത്ഡേ പാട്ട് പാടുക, കല്യാണ പാട്ട് പാടുക, അങ്ങനെ ഒരുപാട് പാട്ടൊക്കെ പാടിയിരിക്കുകയാണ്. നമ്മൾ പിള്ളേരോട് മക്കളെ മ്യൂസിക് ഉള്ള ഗാനങ്ങൾ ഉസ്താദ് മൊയ്ലിയന്മാർ പാടണം പിന്നെന്താന്നാണ്. പിന്നെ എങ്ങനെ നമ്മൾ ദീൻ ദഅവത്ത് നടത്തുക? ദീൻ എങ്ങനെയാണ് ദഅവത്ത് നടത്തുക? സുബ്ഹാനക യാ റബ്ബ്. ഇനി ചില പുത്തൻവാദികൾ വരും, ഞങ്ങളാണ് മറ്റത്. MM അക്ബറിൻ്റെ മകൻ്റെ കല്യാണം എങ്ങനെ നടന്നത്? അവിടെ ആണും പെണ്ണും ഒക്കെ ഒരുമിച്ച് ഇന്ന് കൈ കൊട്ടുക, എന്നിട്ട് കേക്ക് കട്ടി എല്ലാവരും ചിരിച്ചുകൊണ്ട്. അപ്പോൾ ആദ്യം എല്ലാ വിഭാഗത്തിലും കൊണ്ട് ഈ ജാതി ആളുകൾ സ്വയം നന്നായിട്ട് ജനങ്ങളെ ഉത്ബോധിപ്പിക്കുക. മനസ്സിലാവുന്നുണ്ടോ? സ്വയം നന്നാകണം ആദ്യം. സ്വയം നന്നാകാത്തവന് മറ്റൊരാളെ ഉപദേശിക്കാൻ അർഹതയില്ല. ഈ വേഷത്തിനൊരു പവിത്രത ഉണ്ട് കേട്ടോ. ജനങ്ങളതിനൊരു വില നൽകുന്നുണ്ട്. പടച്ചവനോർത്തൻ്റെ പ്രിയ മൂല്യക്കന്മാരെ, പ്രിയ ഉസ്താദന്മാരെ, നല്ലവരായ ആലിമീങ്ങളെക്കുറിച്ചല്ലട്ടെ ഞാനീ പറയണത്. ഈ വേഷം കിട്ടിയതിൻ്റെ പേരിൽ എല്ലാ തോന്നിവാസവും ഹലാലാണ്, ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം, ഞങ്ങളുടെ ഇതെന്നും പറഞ്ഞ് നടക്കുന്ന കുറേ മൂല്യക്കന്മാരുണ്ട്. അവരോട് പറയാൻ ഈ വേഷത്തിനൊരു വാല്യൂ ഉണ്ട്. പടച്ചവനോർത്ത് നശിപ്പിക്കല്ലേ, പടച്ചവനോർത്ത് നിങ്ങളായിട്ടത് നശിപ്പിക്കല്ലേ. അള്ളാൻ്റെ മുമ്പിൽ വലിയ മറുപടി പറയേണ്ടി വരും. അപ്പം ജനങ്ങൾ മാന്യമായി നിക്കാഹ് നടത്തട്ടെ, അതിൽ ഹറാമ് കലരാത്ത ഹലാലായ രീതിയിൽ അവർ നിക്കാഹ് നടത്തട്ടെ. നമ്മളതിന് മാതൃക കാണിക്കേണ്ടവരല്ലേ. അള്ളാഹു നമുക്കൊക്കെ ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉമ്മത്തിന് മാതൃകയാകുന്ന പണ്ഡിതന്മാരായി മാറാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഇത്രയെങ്കിലും ഞാൻ പറയണ്ടേ. അള്ളാഹു എന്നെയും നിങ്ങളെയും നമ്മളെയൊക്കെ നന്നാക്കി തരട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.